തിരികെ ചർച്ചയിലേക്ക് ശ്രീ ആർ വി ബാബു. ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് ആരോപണം ഉന്നയിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കുക, തുടർന്ന് അങ്ങോട്ട് പൊളിഞ്ഞു വീഴുന്ന കള്ളക്കഥകൾ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. ധർമ്മസ്ഥല ഒരു വലിയ കൊലപാതക കേന്ദ്രമാണ് എന്നു വരുത്തി തീർക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ്? ഞാനിതിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ജനം ടി വി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല, ജനം ടി വി ഇതിനെക്കുറിച്ച് വാർത്ത കൊടുത്തില്ല. എൻ്റെ ഓർമ്മയിൽ ഒരു 4 ദിവസം മുമ്പ് ജനം ടി വി ഇതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് എന്നെ വിളിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ജനം ടി വി ചർച്ച ചെയ്ത് വാർത്ത കൊടുത്തില്ല എന്നൊക്കെ പറയുന്നവർ എന്നെ കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം, ഞാൻ പേര് പറയുന്നില്ല, അതൊരു മര്യാദ ഇല്ലാത്തൊരു കാര്യമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല. നല്ല റേറ്റിങ്ങിലൊക്കെ വളരെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചാനലാണ് ഇത്. കേരളത്തിൽ 2 ചാനലുകളാണ് പ്രധാനമായിട്ടും മുഖ്യധാരാ ചാനൽ. പിന്നെ മീഡിയ വൺ പോലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. അതല്ലാതെ മുഖ്യധാരാ ചാനൽ എന്ന് പറയുന്ന 2 ചാനലാണ് ഇത് വലിയ തോതിൽ കേരളത്തിൽ പൊലിപ്പിച്ചെടുത്തത്. അതിലൊരു മുഖ്യധാരാ ചാനൽ, റേറ്റിംഗിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒരു മുഖ്യധാരാ ചാനൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇതെന്താ സംഭവം, എന്ത് പുറത്തു വന്നു എന്നാണ്, എന്ത് തെളിവുകളാണ് ഇതുവരെ പുറത്തു വന്നത്? ഒരാളൊരു ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണത്തിന്റെ അന്വേഷണം നടക്കുന്നു. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതും വിശ്വസിക്കാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ പറഞ്ഞിട്ടുള്ളത്. എന്താ വെള്ളരിക്കാപട്ടണമാണോ ഈ പറയുന്ന ധർമ്മസ്ഥല? വെള്ളരിക്കാപട്ടണമാണോ? അപ്പൊ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ തന്നെ ചാടി കയറി അത്തരം ഒരു ചർച്ചയിൽ പങ്കെടുത്തൊരു അഭിപ്രായം പറയാൻ ഞാനില്ല, ഞാൻ ചർച്ചയിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. സാമാന്യമായിട്ട് എല്ലാവരും, അത് ജനം ടി വിയും അങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇവിടെ ഇപ്പൊ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഏത് മാധ്യമത്തിൻ്റെതാണെന്ന് എനിക്ക് അറിഞ്ഞൂല, പക്ഷേ അസാമാന്യമായി തൊലിക്കെട്ടി വേണം ഇത്തരം പൊട്ടത്തരങ്ങളൊക്കെ പറയാനായിട്ട്. അദ്ദേഹം പറയുകയാണേ, അതായത് സുജാത ഭട്ടിന്റെ ഒരു വീഡിയോ, അദ്ദേഹം കർണാടകയിൽ ചെയ്തൊരു വീഡിയോ ഉയർത്തിയിട്ട് പറഞ്ഞു, സുജാത ഭട്ട് പറയുന്നത് തന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്, അനന്യ ഭട്ട് എന്നൊരു മകള് തനിക്ക് ഇല്ല എന്നും ഒക്കെ പറയിപ്പിച്ചത് തന്നെ കൊണ്ട് ഒരു യൂട്യൂബർ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് ന്യൂസ് 18 കർണാടക ചാനലിനോട് പറഞ്ഞതായിട്ട്. ന്യൂസ് 18 ആണ് ഇതിലെ മറ്റൊരു പ്രതി കേട്ടോ. കേരളത്തിലെയും കർണാടകയിലെയും ന്യൂസ് 18 ചാനലാണ് ഈ വിഷയം പൊലിപ്പിച്ചെടുത്ത മറ്റൊരാൾ. എനിക്ക് അത്ഭുതം, ഒരു മാധ്യമപ്രവർത്തകന് വേണ്ടത് ഒരു കാര്യങ്ങളെ അപഗ്രഥിച്ച് അതിന്റെ സത്യം കണ്ടെത്താനുള്ള സാമാന്യ യുക്തിയും ബോധവുമാണ്. അത് ലെവലേശം ഈ മനുഷ്യനിലില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം സുജാത ഭട്ട് SIT സുജാത ഭട്ടിനോട് ചോദിക്കുന്നു, അനന്യ ഭട്ടിന്റെ പിക്ചറുണ്ടോ, ചിത്രമുണ്ടോ? സ്വന്തം മകളുടെ ചിത്രം അവരുടെ കയ്യിലില്ല. പോട്ടെ, ഇനി മകളുടെ ചിത്രം ഇല്ല എന്നുള്ളത് ഒരു കുറ്റമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട. പോട്ടെ, സുജാത ഭട്ട് പറയുന്നത് എൻ്റെ മകള് പഠിച്ചത് മണിപ്പാൽ മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അനന്യ ഭട്ട് എന്നൊരു കുട്ടി അവിടെ പഠിച്ചിട്ടില്ല. അപ്പൊ അനന്യ ഭട്ടിന്റെ ചിത്രം കയ്യിലില്ല, അനന്യ ഭട്ട് പഠിച്ചതിന്റെ യാതൊരു തെളിവും അവിടെ ഇല്ല. SIT അന്വേഷിക്കുമ്പോൾ ആ സുജാത ഭട്ടിനെയാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വീണ്ടും വരുന്നത്. സുജാത ഭട്ട് റിപ്പബ്ലിക് കന്നഡ TVക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് താങ്കളൊന്ന് വായിച്ചു നോക്കണം. വായിക്കുമ്പോൾ എല്ലാം വായിക്കണം, അപ്ഡേറ്റ് ആവണം കേട്ടോ. ആരെങ്കിലും ഒരാൾ അപ്ഡേറ്റ് ആയ പോരാ, തികച്ചും അപ്ഡേറ്റ് ആവണം. റിപ്പബ്ലിക് TV കന്നഡയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ പറയുകയാണ്, അതാണ് അടുത്ത കഥ. ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആക്കിയിട്ട് വരണം മിസ്റ്റർ ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ. ആ കഥ എന്താണെന്നറിയാമോ? വിമല അരവിന്ദ് എന്ന് പറയുന്ന 2 പേര്, ഒരു കപ്പിൾസ്, എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ മകളാണ് അനന്യ. ഈ അനന്യ ഭട്ട് എന്ന് പറയുന്നത് വിമല അരവിന്ദ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള കപ്പിൾസിന്റെ മകളാണ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അവരൊരുമിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ പോയപ്പോൾ അവരെ കാണാതായി, അനന്യ ഭട്ടിനെ കാണാതായി, അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്നൊക്കെയാണ് സുജാത ഭട്ട് റിപ്പബ്ലിക് TV കന്നഡയോട് കൊടുത്ത ഇന്റർവ്യൂവിൽ. അതറിയാമോ? അങ്ങനെ ഒരു സംഭവം പറഞ്ഞതായിട്ട് അറിയാമോ? അപ്പൊ ഇതെല്ലാം പച്ച നുണ ഇങ്ങനെ TV ചാനലിൽ വന്ന് വിളിച്ചു പറയാൻ എത്ര രൂപയാണ് താങ്കൾക്ക് കിട്ടുന്നത്? ഇങ്ങനെ കിട്ടുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയിൽ നിന്നും ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്നും പണം പറ്റി ഇത്തരത്തിലുള്ള പെയ്ഡ് ന്യൂസുകൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ സ്ഥിരമായിട്ട് പുറപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനൊക്കെ ഉണ്ട്. പണ്ട് ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാ. അയാൾ ഇപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇവിടെ ചാനൽ ചർച്ചകളിൽ മറ്റേ കൂലിത്തൊഴിലാളിയായിട്ട് പോയിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു സ്റ്റോറിക്ക് 30,000 രൂപ വാങ്ങി സ്റ്റോറി ചെയ്യുന്നവരാ. ആർക്ക് വേണ്ടിയിട്ടാണ്? അവര് CIA വിരുദ്ധ സമരം നടന്നപ്പോൾ, കർഷക വിരുദ്ധ സമരം നടന്നപ്പോൾ ഒക്കെ, കാർഷിക നിയമത്തിനെതിരായിട്ടുള്ള സമരം നടന്നപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പെയ്ഡ് ന്യൂസുകൾ ചെയ്ത് കാശുണ്ടാക്കിയ ആൾക്കാരാ. അവരൊക്കെ പുറത്തു വന്നതാണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇദ്ദേഹം കേരളത്തിൽ നിന്നുള്ള 4000 പേരെ കാണാതായതായിട്ട് അതിന്റെ പേരിലാണ് അത്രേ ഞാൻ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയത്. കേരളത്തിൽ നിന്നുള്ള 4000 പേര്. മിസ്റ്റർ, താങ്കൾക്കറിയോ
ഒരു 4-5 വർഷം ഒരു 6-7 വർഷം മുമ്പാണ് നമ്മുടെ കേരളത്തിലൊരു SIT ഉണ്ടാക്കി കേരള ഹൈക്കോടതിയുടെ ഒരു SIT എന്തിനാണെന്നറിയാമോ താങ്കൾ എന്താ മംഗലാപുരത്തൊന്നും പോകണ്ട സർ. താങ്കൾ കേരളത്തിൽ ഈ മുരിങ്ങൂർ ഡിവൈനിൽ വന്നാൽ മതി. 974 പേരെ കാണാനില്ല. 974 പേരെ കാണാനില്ല എന്ന് SIT പറഞ്ഞതാ. വിൻസെന്റ് M. പോൾ എന്ന IG-യുടെ നേതൃത്വത്തിൽ കേരള ഹൈക്കോടതി നിയോഗിച്ച SIT കണ്ടെത്തിയതാ 974 പേരെ കാണാനില്ല എന്ന്. ആ അന്വേഷണം അന്നത്തെ കേരള സർക്കാരിന്റെ നിലപാടും അതേപോലെ ഇന്നിപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായി വന്നിട്ടുള്ള ഒരു യോഗ്യനുണ്ട്, ഒരു ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി. അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ആ SIT അന്വേഷണത്തെ മരവിപ്പിച്ചു. കാരണം എന്താ പറഞ്ഞതെന്നറിയാമോ? കാരണം പറഞ്ഞത് ഹൈക്കോടതിക്ക് SIT-യെ നിയോഗിക്കാനുള്ള അധികാരമില്ല എന്നാണ്, അല്ലാതെ മെറിറ്റിലേക്ക് പോയിട്ടല്ല. ഈ സംഭവം നടന്നതിന്റെ മെറിറ്റിലേക്ക് പോയിട്ടല്ല. അപ്പൊ താങ്കൾക്കൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ഈ മുരിങ്ങൂർ ഉണ്ടാക്കണമായിരുന്നു സർ. താങ്കൾ പോയിട്ട് മംഗലാപുരത്തല്ല ഉണ്ടാക്കേണ്ടത്. 974 പേര്, ഇവിടെ മംഗലാപുരത്ത് 400 പേര്, 100 കണക്കിന് ആളുകൾ എന്ന് പറയുമ്പോൾ 400 പേരുടെ പേര് വരെ പറഞ്ഞത്, 400 പേരുടെ എണ്ണം വരെ പറഞ്ഞത് അവിടെ കണ്ടെത്തി. എന്നിട്ട് ഇപ്പോ പറയുന്നത് SIT കണ്ടുപിടിക്കണം എന്ന്. എവിടെ കുഴിച്ചിട്ട ആളുകൾ എവിടെ പോയി എന്നുള്ളത് SIT കണ്ടുപിടിക്കണം, അതിന് ഉത്തരം നൽകേണ്ട SIT ആണെന്ന്. ഈ ചെന്നൈയിലുള്ള ഒരു സംഘം ഇവിടെ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ബെറിയൽസ് നടന്നു എന്ന് പറയിപ്പിച്ചിട്ട് ആ ചെന്നൈയെ ചൂണ്ടിക്കാണിച്ച സ്ഥലം മുഴുവൻ കുഴിച്ചു നോക്കി SIT പഠിച്ച പണി 18 നോക്കിയിട്ട് കിട്ടിയത് ഒരു പുരുഷന്റെ സ്കള്ളാണ്. ഇപ്പൊ പറയുന്നത് എന്താ, പുരുഷനെ കൊല്ലാമോ എന്നാണ്. പുരുഷനെ അല്ല സാറേ, ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല, ഒരു ഉറുമ്പിനെ. പക്ഷെ പറഞ്ഞത് എന്തായിരുന്നു? 100 കണക്കിന് സ്ത്രീകളെ, കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു. എവിടെ? ക്ഷേത്ര നഗരിയിൽ, ധർമ്മസ്ഥലയിൽ ക്ഷേത്ര നഗരിയിൽ അൽ ജസീറ TV വരെ റിപ്പോർട്ട് ചെയ്തു. ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്ര നഗരി 100 കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശ്മശാനമാണ്, കുഴിച്ചു മൂടപ്പെട്ട സ്ഥലമാണെന്ന്. നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. നിങ്ങളുടെ അജണ്ട എന്തായിരുന്നു? ഈ ധർമ്മസ്ഥല പോലെ മുമ്പ് അമൃതാനന്ദമയി മഠത്തിനെതിരെ ഇതേപോലുള്ള ആരോപണം കൊണ്ടുവന്നു. മുമ്പ് നമ്മുടെ തിരുപ്പതി നമ്മുടെ സത്യസായി മഠത്തിനെതിരെ ഇതുപോലുള്ള ആരോപണം കൊണ്ടുവന്നു. നിങ്ങൾ ഇതുപോലെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ആരോപണങ്ങളാ. ഈ ആരോപണങ്ങൾ നിങ്ങൾ ആസൂത്രിതമായി നടത്തുന്നതാണ്, നിങ്ങൾ പെയ്ഡ് ന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്, ആസൂത്രിതമാണ്. അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു നന്മമരം, എവിടെന്നാ കേരളത്തിൽ നിന്ന് ഒരു നന്മമരം ഇപ്പൊ കാണാനില്ല. ആ നന്മമരത്തെ കാണാനില്ല. അർജുനന്റെ സഹോദരി കേസ് കൊടുത്തു, വിഭാഗീയത സൃഷ്ടിക്കാൻ പോവുകയാണ്, കേരളത്തിൽ ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അർജുനന്റെ സഹോദരി കേസ് കൊടുത്ത് അയാൾക്കെതിരെ കേസെടുത്തു. ആ നന്മമരം വണ്ടി പിടിച്ചു പോയിരിക്കുകയാണ് മംഗലാപുരത്തേക്ക്. എന്താ അവിടെ കൺവീനർ? എന്തിന്റെ കൺവീനർ? മീഡിയ കൺവീനർ. എന്താ മീഡിയ കൺവീനർ? 100 കണക്കിന് വീഡിയോകൾ തെറ്റായിട്ട് വ്യാജ ആരോപണം ഉന്നയിച്ച് തെറ്റായ നരേറ്റീവുകൾ ഉണ്ടാക്കി ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ. ഇനി ഈ പരിപ്പോടെ വേവില്ല സർ. ഇനി നിങ്ങൾ ഇതും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് നേരെ SIT വരണമെന്ന് കാത്തിരുന്നാൽ മതി. SIT വരും. കോൺഗ്രസിന്റെ ഗവൺമെന്റ് SIT-യാ, BJP ഗവൺമെന്റ് അല്ല. BJP ഗവൺമെന്റ് ആണെങ്കിൽ അന്വേഷണം അട്ടിമറിച്ചു നിങ്ങൾക്ക് ആരോപിക്കായിരുന്നു. ഇപ്പൊ അതും പറ്റൂല. കാരണം സിദ്ധരാമയ്യയുടെ ഗവൺമെന്റ് ആണ്, കടുത്ത ഹിന്ദു വിരുദ്ധ ഒരു ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ആ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ആ സർക്കാരിന്റെ കീഴിലുള്ള SIT ഇപ്പോ ഇനി നാളെ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തെത്തും, യാതൊരു സംശയം വേണ്ട. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ സൃഷ്ടിച്ച ഇത്തരത്തിലുള്ള തെറ്റായ വ്യാജ ആരോപണങ്ങൾ ഒരു വലിയ സമൂഹത്തെ, ഒരു വലിയ പ്രദേശത്തെ, ഒരു വലിയ പവിത്ര നഗരത്തെ അപകീർത്തിപ്പെടുത്തുന്നതായിരുന്നു. അതിന് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ. നിങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങും മിസ്റ്റർ